എന്താ ഞാനും വരാ തൃശൂർ പൂരം കാണാൻ. നീ രണ്ടര അടിച്ച നീ മൂടായല്ലോ. മൂടോ ആ മേളത്തിന്റെ പെരുക്കെല്ലാം അടിച്ച് കൊഴിപ്പിച്ചുള്ള അല്ലാതെ എന്നിട്ടിപ്പോ എന്താണ് മൂടായി. രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടല്ലോ എവിടെ നിർത്തണ? ആ പെൺകുട്ടികളല്ല നിർത്തിക്കുക. ചേട്ടാ സ്കൂൾ ആനുവൽ ഡേ കഴിഞ്ഞ് വരുന്ന വഴിയാണ്, ബസ് വൈകി, ഞങ്ങളെ വീട് വരെ ഒന്ന് ആക്കി തരാവോ? മക്കൾ ഏത് സ്കൂളിലാണ് പഠിക്കണേ? സെന്റ് പോൾ സ്കൂളിലാണ് ചേട്ടാ. എത്രാം ക്ലാസ്സിലാണ് രണ്ടുപേരും? ഞാൻ 10th, ചേച്ചി +2. +2കാരിക്ക് ഭയങ്കര നാണമല്ലോ. എന്താ ഒന്നും മിണ്ടില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഞാൻ. ഓക്കെ. ചേട്ടാ വണ്ടി ഒന്ന് ഇവിടെ നിർത്താവോ? ഇതിന്റെ മുകളിലാ വീട്. ചേട്ടന്മാരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേ, ഞങ്ങൾ പോയി പൈസ എടുത്തിട്ട് വരാം. അതിന്റെ കാര്യമില്ല, ഞങ്ങൾ റിട്ടേൺ പോകുന്നതല്ലേ, ചുമ്മാ രസത്തിന് വെയിറ്റ് ചെയ്താ. ഇല്ല അങ്ങനെ ആർക്കും കടം വെച്ച് ശീലമില്ലാത്തതാ ചേട്ടന്മാരെ. 2 മിനിറ്റ്, ഞങ്ങളിപ്പോൾ വരാം. വേഗം പോയെടുത്തു. എവരുടെ ആളുമാര് കാണാനില്ലല്ലോ, വാ പോയി നോക്കാം. ആർക്കറിയാം, നീ നിനക്ക് ഓ കൊല്ലത്താണ് വീട്, ഇത് പണിയാകും. ഞങ്ങൾ ഉത്രാളിക്കാവ് പൂരം കഴിഞ്ഞ് വരുമ്പോഴേ ഒരു 2 കുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുത്തു. അവരിവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ എടുത്തിട്ട് വരാമെന്നാ പറഞ്ഞത്. പക്ഷെ അവരെ കുറേ നേരമായിട്ട് എന്ത് പറ്റി? ആദ്യം കുറച്ച് വെള്ളം എന്താ ചേട്ടാ പറയാ. എന്താ വല്ല ഏടാവളത്തിൽ പോയി ചാടിയോ? എന്താ പറ്റിയേ പറ ചേട്ടാ. ഒരു സംഭവം കണ്ടു, അല്ല ഒരു സംഭവം നടന്നു. എന്താ സംഭവം? നിങ്ങളെ ഇതിനു മുമ്പ് ഞങ്ങള് പൂരം കാണാൻ വന്നത് ചേട്ടാ. പക്ഷെ വരുന്ന വഴിക്ക് അവരെ കാലില്ല. അവര് മരിച്ചിട്ട് 4 വർഷമായി. അപ്പൊ കണ്ടൂലേ? വാ, നിങ്ങളവരെ കണ്ട സ്ഥിതിക്ക് അവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കാണും. ഇക്കാലത്ത് ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മറുവശത്തൊരു നെഗറ്റീവ് എനർജിയും കാണും. സത്യത്തിൽ അവർക്ക് എന്താ സംഭവിച്ചത്? ഈ നാടിനും നാട്ടുകാർക്കും വളരെ വേണ്ടപ്പെട്ട കുട്ടികളായിരുന്നു അവർ.
അടുത്തതായി ഒരു മനോഹരമായ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഗോപികയെ ക്ഷണിക്കുന്നു. ആ സ്കൂൾ വർഷത്തിന് ശേഷം പിന്നീട് ആരും അവരെ കണ്ടിട്ടില്ല. കണ്ടു. 3-4 ദിവസത്തിന് ശേഷം ഇതാ കാണുന്ന ഫാക്ടറിയുടെ പുറകിൽ കുത്തിക്കറി പീഡിപ്പിച്ച് കൊന്നുകൊണ്ട് കളഞ്ഞിരിക്കുന്നു പുഴുത്ത പട്ടികളെ പോലെ. എങ്ങനെ? ആരാ കുട്ടികളെ? എന്തിനാണ് പട്ടി ഞങ്ങളോട് കെട്ടിയിട്ടിരിക്കണേ? സ്നേഹിക്കാൻ ഇവളെൻ്റെ മനസ്സിൽ കയറിയിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്?
ഞാൻ പറഞ്ഞില്ലേ, സ്നേഹിക്കാൻ. ഞങ്ങൾ അയച്ചു വിടറാ, അല്ലെങ്കിൽ പൊച്ചുണ്ടാക്കി ആളെ കൂട്ടും. ഇവിടെ ഈ സ്ഥലത്താ. മോളൊന്ന് പുറത്തേക്ക് നോക്കി. ഇവിടെ നിന്ന് ആരെങ്കിലും രക്ഷിക്കാൻ വരെ നോക്കണേ. ഇപ്പൊ പേടിച്ചാൽ ഇനി എന്തോരം പേടിക്കാൻ കിടക്കണം. ചേച്ചി ഒന്നും ചെയ്യല്ലേ ചേട്ടാ. പൂത്തുമ്പിയാ പാറിപ്പറന്നില്ലേ പൂന്തോപ്പിലേ തേൻമൊഴികൾ കണ്ടില്ലേ ആയിരം കണ്ണുകളാൽ ഞാൻ നിന്നെ നോക്കാം നിൻ ഹൃദയ താളിൽ എന്നും കൂട്ടായിരിക്കാം ഒരു നാളും പിരിയാതെ സ്നേഹം ചൂടിക്കാം ഒരു നാളും ആകലാതെ നാം ഒന്നായി ചേർന്നിടാം വായു കൺമണിയേ വായു പൊൻകിളിയേ. എന്നെ ഉപദ്രവിക്കരുത്, എന്നെ കൊല്ലരുത്. നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിട്ടാ എനിക്ക് വരെ നിന്റെ അച്ഛൻ ജയിലിൽ പോടി. ആരവരെ പീഡിപ്പിച്ച കടയാടി മോൻ ഇതിലുണ്ടവൻ. ഇവനെ ചേട്ടാ ആള്. ഇവനെ അപ്പൊ ആരും ഒന്നും ചെയ്തില്ലേ? ഇവന് ശിക്ഷയൊന്നും കിട്ടിയില്ലേ? ശിക്ഷയൊക്കെ കിട്ടി, വെറും 6 മാസം. പിന്നെ പ്രാന്തനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആളുകൾ അവനെ പുറത്തിറക്കി. ആരാ ചേട്ടാ? ആരാ ആൾക്കാര്? ഈ നാട്ടിൽ ഇവനെ കൊണ്ട് ഉപകാരമുള്ള രാഷ്ട്രീയക്കാരും പണക്കാരും പിന്നെ അതിന് ഒത്താശ നൽകുന്ന കുറേ പോലീസുകാരും. ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പല ദുരവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇതൊന്നും ആരും പറയില്ല. ഇവനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവന്മാരെ പോലെയുള്ളവരെ പേടിച്ചിട്ട് ജീവനിൽ കൊതിയുള്ളതുകൊണ്ട്. പീഡനവും കൊലപാതകങ്ങളൊക്കെ കേരളത്തിൽ സർവ്വസാധാരണം. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഇല്ലാത്തത്രത്തോളം കാലം ഇവന്മാരെ പോലെ കുറേ എണ്ണം കാണും. ഇന്നത് എൻ്റെ മകൾക്കാണെങ്കിൽ നാളെ അത് ഇവൻ്റെ അനുജത്തിക്കായിരിക്കും. അതാണ് ഈ നാട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് അവൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നിൻ്റെ പ്രശ്നം എന്ന ചിന്തയാണ് തെറ്റ്. ഇത് നമ്മളുടെ പ്രശ്നം എന്ന് ചിന്തിച്ചാൽ ഈ നാട് എന്നേ നന്നായേനെ. ഇയാൾക്കപ്പം എന്താ ഇതൊന്നും കണ്ടിട്ട് പ്രതികരിച്ചുകൂടെ? പ്രതികരിച്ചതിന് അവന് നഷ്ടപ്പെട്ടത് അവൻ്റെ കുടുംബം. വണ്ടി ഞാനെടുക്കാം. എടാ നീ വണ്ടി നിർത്ത്. നീ എവിടേക്കെത്ത സ്പീഡില്? നീ എന്താ ഉദ്ദേശം എന്ന് പറ. എടാ ഇത് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നിന്റെ പ്രശ്നം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. ഇത് ഈ നാടിൻ്റെ പ്രശ്നം എന്ന് ചിന്തിക്കേ, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നം ചിന്തിക്കേ. ഇങ്ങനെ നാടിനും വീടിനും ഗുണവും ഇല്ലാത്ത ഇവനൊന്നും ഈ നാടിന് ഇനി വേണ്ട. എടാ വണ്ടി നിർത്ത്. അവൻ എന്ത് പറ്റിയെന്ന് നോക്കട്ടെ. എടാ വണ്ടി നിർത്താൻ. എവിടാ അവൻ? ഓട്ടാ പുല്ലൻ. അവൻ്റെയൊക്കെ ബോഡി നമുക്ക് കിട്ടിയിട്ട് എന്തിനാ? നീ വാ. പ്രതികാരം ഇവിടെ അവസാനിക്കുന്നില്ല, തുടങ്ങുകയാണ്. നിങ്ങളവരെ കണ്ട സ്ഥിതിക്ക് അവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കാണും.